ശബരിമല അന്വേഷണം 90 ദിവസത്തിനകം പൂർത്തിയാകില്ല. SITയുടെ അന്വേഷണം നീണ്ടുപോകും. കാരണം സ്വർണ്ണക്കൊള്ള 90 ദിവസം കൊണ്ട് അന്വേഷിച്ച് തീർപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം ധാരാളം അന്വേഷിക്കാനുണ്ട്. SIT എത്ര ആൾ കൂട്ടിയാലും ശരി, ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷിക്കുന്നത് SP ആണ്. അദ്ദേഹത്തിനെ സഹായിക്കാനേ മറ്റുള്ളവർക്ക് കൂടെ നിൽക്കാൻ കഴിയുള്ളൂ. ഒരാൾക്ക് മാത്രമേ ഒരു കേസിൻ്റെ അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശശിധരൻ എന്ന SP വെൽ എക്സ്പീരിയൻസ്ഡാണ്. അദ്ദേഹത്തിന് സമയം കൂടുതൽ കൊടുക്കണം, എങ്കിലേ കല്ലും നെല്ലും തിരിയുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇപ്പോഴൊരു വാർത്ത വരുന്നത് 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. അത് ഉറപ്പിക്കാം. കാരണം മാതൃഭൂമിയിലെ ഒരു ഫോട്ടോ 2007 എടുത്തതാണ്. അവിടുത്തെ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ അദ്ദേഹം 2007 ശബരിമലയിലെ കണ്ഠര രാജീവരും പൂജാരിയും ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഫോട്ടോ ഇപ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അന്നത്തെ PP രതീഷ് എന്ന ഫോട്ടോഗ്രാഫറാണ് 18 വർഷം മുമ്പ് എടുത്തതാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ഠര രാജീവരുണ്ട്, ഈശ്വരൻ പോറ്റി എന്ന മേൽശാന്തിയുണ്ട്. അവരുടെ അസിസ്റ്റൻ്റായ ചെറുപ്പക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പൂജയെ സഹായിയായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇനി ആ കാര്യത്തിലൊരു തർക്കം വേണ്ട, കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. കണ്ഠര രാജീവിൻ്റെ അസിസ്റ്റൻ്റായി തന്നെ നിൽക്കുന്നു. അതിനകത്ത് ഗോവർദ്ധൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് SIT നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധൻ അത് പറഞ്ഞിട്ടുണ്ട്. 2007 താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല വെച്ച് പരിചയപ്പെടുന്നത്. അതിന് എത്രത്തോളം സത്യമുണ്ട് എന്നതിന് ഇപ്പോൾ ഉറപ്പായി. കാരണം അന്നെടുത്ത ഫോട്ടോ PP രതീഷിൻ്റെ ഫോട്ടോ ഇപ്പം ഗോവർദ്ധൻ പറഞ്ഞത് സത്യമാണെന്ന് വരുന്നു. അപ്പോൾ 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ഉണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്നാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെറുപ്പക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ഠര രാജീവരുടെ ഒപ്പം, മേൽശാന്തിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ. അന്ന് ഗോവർദ്ധന് 2007 ശബരിമല ഭക്തനാണല്ലോ, അവിടെ പോയി ഒരു പടിപൂജയ്ക്ക് അവിടെ പണം കൊടുക്കണം. ആ ഗോവർദ്ധന് അന്ന് കന്നഡ മാത്രം അറിയാം, അല്പസ്വല്പം ഇംഗ്ലീഷും അറിയാം. അവിടെ ചെന്നപ്പം കാര്യങ്ങൾ പറയാൻ പോറ്റിയോട് പറയാനായിട്ട് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നപ്പം ഗോവർദ്ധനൻ കന്നഡ പറയുന്ന കേട്ടപ്പം അതിനകത്ത് നിന്ന് കണ്ഠര രാജീവരുടെ ആ മുറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വന്ന് കന്നഡയിൽ സംസാരിക്കുകയാണ്. പടിപൂജയ്ക്ക് എത്ര രൂപ ആവും, എവിടെ കെട്ടണം, എത്ര രൂപ ആകും, അങ്ങനെയുള്ള വിവരങ്ങളാണ് കന്നഡയിൽ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പം ഗോവർദ്ധൻ ആ വിവരം SIT അന്നേ പറഞ്ഞു 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന്. അത് കൃത്യമായിരുന്നു. കാരണം അന്ന് താൻ അവിടെ പടിപൂജയ്ക്ക് പണം അടച്ചതിൻ്റെ രസീത് ഗോവർദ്ധൻ ഇപ്പോൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. ക്രൈം ബ്രാഞ്ചിന് SIT കാണിച്ചിരുന്നു. അത് SIT കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് കിട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാണെന്നിലോട്ട് അന്വേഷണം പോകുമ്പോൾ 2007 ഒക്ടോബർ 19 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. അത് കൃത്യമാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഇനി 1998-99 കാലഘട്ടത്തിൽ അവിടെ മറ്റൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഗുരുവായിട്ട് വേണമെങ്കിൽ പറയാം, മുരാരി ബാബു അവിടെയുണ്ട്. 1998-99 കാലഘട്ടത്തിൽ മുരാരി ബാബു ശബരിമലയിലുണ്ട്. ക്രിമിനൽ മൈൻഡുള്ള ഏറ്റവും വലിയ ഒരു വ്യക്തി തന്നെയാണ് മുരാരി ബാബു. കാരണം അദ്ദേഹം നേരത്തെ ഏറ്റുമാനൂർ അമ്പലത്തിൽ അവിടെ പൂജാമുറിയിൽ തീ കത്തി അവിടെയും ചില സ്വർണം പൂശലൊക്കെ നടത്തിയ പരിചയമുള്ള ആളാണ്.
98-99 വിജയം വലിയ 44 കിലോ സ്വർണ്ണം അവിടെ കൊണ്ടുവരുമ്പോഴും അവിടുത്തെ ജീവനക്കാരനായിരുന്നു മുരാരി ബാബു. മുരാരി ബാബുവിൻ്റെ തലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ നിന്നാണ് ഈ മോഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്താൻ പ്രേരകമായ ബ്രെയിനി വർക്ക്. കാരണം അവിടെ ഒന്നും പേടിക്കണ്ട. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാൽ ആവശ്യത്തിനുള്ള പണം, ഇഷ്ടംപോലെ പണം കിട്ടും. ദേവസ്വം മെമ്പേഴ്സ് വരുന്ന 2 പേര് ഒരേ സമയത്ത് ഇവർ 3 പേരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോറ്റി മതി. കാരണം ഒന്നും പേടിക്കണ്ട, ഇവിടെ സ്വർണം പൂശിയത് എത്ര കിലോ ഉണ്ടെങ്കിലും ശരി, അത്രയും സ്വർണം അടിച്ചു മാറ്റിയാലും അതിന് പകരം സ്വർണം ഇഷ്ടംപോലെ ശബരിമല വരുന്നുണ്ട്. അത് പൂശാനുള്ള സംവിധാനമുണ്ട്. അതേപടി ചിലപ്പോൾ മാറ്റ് കുറയും, മാറ്റ് കുറഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുറത്ത് മാറ്റ് കൂട്ടാൻ വേണ്ടി സ്വർണം പൂശാം. ഒരു പ്രശ്നവും ഇതിനകത്ത് വരാൻ പോകുന്നില്ല. ഇത് കൃത്യമായി മോഷണം നടത്താൻ 1998-99 മുതൽ അന്ന് വല്ല പ്രസിഡൻറ്റും അന്ന് മെമ്പേഴ്സ് ആരൊക്കെയാണ് അവരെ മുതൽ ഈ മോഷണം നടക്കണം. അതിനകത്ത് ഇവിടെ ശബരിമലയുള്ള ഈ ധാരപാല ശില്പങ്ങൾ, കട്ടിലപ്പടി ഇങ്ങനെയുള്ള എവിടെയൊക്കെ സ്വർണ്ണം ഉണ്ടോ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇഷ്ടംപോലെ സ്വർണം ആൾക്കാരെ കിട്ടും. ഇയാൾ തന്നെ സ്വർണം പൂശാൻ ആളെ കൊണ്ടുവന്നോളും. കാരണം കാണിക്കയായിട്ട് സ്വർണം കൊടുക്കാൻ ധാരാളം ശബരിമല ഭക്തന്മാർ 3-4 സ്റ്റേറ്റിലുണ്ട്. എത്ര വേണേലും കൊണ്ടുപോകും, എത്ര വേണേലും സ്വർണം കൊണ്ടുവരും, എത്ര വേണേലും പണം നിറച്ചിടും. അതുകൊണ്ട് അതൊരു വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ വരുന്ന സ്വർണത്തിനൊന്നും ഒരു കയ്യും കണക്കുമില്ല. അത്യാവശ്യത്തിനുള്ള ചില കണക്കുകളൊക്കെ വെക്കും. ആ സ്വർണം പൂശാൻ ഉപയോഗിക്കാം. അതിലുള്ള സ്വർണം നമുക്ക് അടിച്ചെടുക്കാം. 1-2 വർഷത്തേന് വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഈ പണം അടിച്ചു മാറ്റുന്നതിന് ഒരു വൈമനസ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് അതിന് പകരം സ്വർണം അവിടെ വന്നുകൊണ്ടേയിരിക്കും അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന്. ഇതാണ് അതിൻ്റെ തന്ത്രം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി 2007 പോയിട്ട് ഒരു 9 വർഷം, 1998-99 9 വർഷം ഇയാൾ അവിടെ ഉണ്ടോയെന്ന് കൂടെ ഫിക്സ് ചെയ്താൽ മതി. എളുപ്പമായി കാര്യങ്ങൾ. ആ സമയത്ത് മുരാരി ബാബു അവിടെ ഉണ്ട്. അന്നിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പേഴ്സുമാരും 2 വർഷം കൂടുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റും. ചിലർ താഴെക്കടയിൽ നിന്ന് ഉയർന്നു വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവും. അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ മോഷണത്തിന് വലിയ ഒരു താല്പര്യം കൂടുതലുള്ളവരാണ്. ശബരിമലയിൽ ഇഷ്ടംപോലെ സ്വർണവും ഇഷ്ടംപോലെ പണവും വരുന്ന സ്ഥലമാണ്. ഒന്നും പേടിക്കണ്ട. അത് പൂശാനുള്ള ഒരു സംഗതി ഇടയ്ക്കിടയ്ക്ക് പൂശിക്കൊണ്ടിരിക്കണം. അത് തന്ത്രി പറഞ്ഞാൽ അതിലപ്പുറത്തോട്ട് ആരും പോകില്ല, സഞ്ചരിക്കില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി സ്വർണം അവിടുത്തെ പ്രസിഡൻ്റായിട്ടും അവിടുത്തെ മെമ്പേഴ്സായിട്ട് വരുന്നവർക്ക് അവർക്ക് വീടുകൾ വെക്കാനും സ്ഥലങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും കോടിക്കണക്കിന് രൂപ അവിടെ വരും. അതിന് അവർക്ക് മേലിലുള്ള ആൾക്കാർക്ക് എത്ര കൊടുത്തുവെന്നു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ കാര്യങ്ങൾ പിന്നാലെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കൃത്യമായിട്ട് ഒരു അന്വേഷണം പൂർത്തിയാക്കാൻ 90 ദിവസം കൊണ്ട് നടക്കില്ല. അത് ഏകദേശം 1 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് ജാമ്യത്തിൽ പോകുന്നവർ പോകട്ടെ എന്ന് തന്നെ കരുതണം. കാരണം സത്യസന്ധമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകണം. ധൃതി പിടിച്ച അന്വേഷണം പാടില്ല. നമുക്ക് തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കണം. ഇവിടെ വിദേശ കോൺസുലേറ്റ് ഇവിടെ UAE ഇവിടെ ഉണ്ടായിരുന്നു. ആ കോൺസുലേറ്റിൽ കൂടെ സ്വപ്ന സുരേഷും രഞ്ജിത്തും ഒക്കെ സ്വർണം കടത്തിയ വിവരം നമുക്കറിയാം. അത് എയർപോർട്ടിൽ കസ്റ്റംസ് അതോറിറ്റി അത് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവിടുന്ന് സെക്രട്ടേറിയറ്റിലുള്ള പല സാധനങ്ങളും വിദേശത്തേക്ക് പോകുന്നത് ഈ കോൺസുലേറ്റ് വഴി അങ്ങോട്ട് അയക്കും, ഇങ്ങോട്ട് വരും. അത് സർവ്വസാധാരണമാണെന്ന് സെക്രട്ടേറിയറ്റുള്ളവർക്കും അന്നത്തെ കസ്റ്റംസിനും ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെയാണ് അത് പിടിക്കപ്പെട്ടത്. സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് കോൺസുലേറ്റിൻ്റെ അങ്ങോട്ട് എന്ത് സാധനം കൊണ്ടുവരാനും ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. കസ്റ്റംസ് ഡ്യൂട്ടിയില്ല. അങ്ങനെ വന്നൊരു സംശയം തോന്നിയാലാണ് സ്വർണ്ണമാണെന്ന് മനസ്സിലായി പിടിക്കപ്പെട്ടത്. അങ്ങനെയാണ് സ്വപ്ന സുരേഷും സരിത്തും ആ രീതിയിൽ കഴിഞ്ഞ 20-22 തവണ സ്വർണം ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ട്. ഒത്തിരി സാധനം അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന കൂടത്തിൽ നമ്മുടെ ശബരിമലയിലെ അവിടുത്തെ പുരാവസ്തു സാധനങ്ങളും പോയോ കടത്തിയോ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പം IBയും EDയൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് നമുക്കറിയാം, എംബസി കൂടെ കടത്തിയതിനെ പറ്റിയും വീണ്ടും ഒരു അന്വേഷണം നടക്കാൻ പോകുന്നു എന്നാണ് വരുന്ന വാർത്തകൾ. IBയും EDയും അതുപോലെ തന്നെ സോമോട്ടോ ആയിട്ട് CBIക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും തടസ്സമില്ല. ഡൽഹിയിലെ ആസ്ഥാനത്ത് അവർക്കൊരു സോമോട്ടോ കേസ് വേണേൽ രജിസ്റ്റർ ചെയ്യാം. ഏതായാലും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ വിലപിടിപ്പുള്ള പല പുരാവസ്തുക്കളും
വിഗ്രഹങ്ങളും കടത്തിക്കൊണ്ട് പോകുന്ന ഒരു മാർഗം കോൺസുലേറ്റ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി ഒരു അന്വേഷണം ഇപ്പോൾ IB ED ഒക്കെ നടത്തി തുടങ്ങി എന്നാണ് വരുന്നത്. എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസിലെ വേർതിരിക്കാനായിട്ട് സ്വർണത്തിൻ്റെ ചില മൗൾഡുകളെല്ലാം കൊണ്ടുപോയത് അതേപടി വിദേശത്ത് കടത്തിയിട്ടുണ്ടാവണം. പകരം സ്വർണ്ണം ഇഷ്ടം പോലെ കൊണ്ടുവരും. പകരം ചെമ്പ് തകിടിൽ അതേപോലെ രൂപമാതൃക ഇതിൽ ഉണ്ടാക്കി അതിലൊരു പൂശി ഇവിടെ വെച്ചുകൊണ്ടിരിക്കും. അതിൽ കൂടുതൽ സ്വർണം പൂശി വന്നു കഴിയുമ്പം അതും മാറ്റി പകരം വേറെ ചെമ്പ് തകിടുകൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ചരിത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അപ്രകാരം പൂജാരിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെയും മറ്റ് മെമ്പേഴ്സുമാരെയും ഈ സ്വർണം അടിച്ചു മാറ്റുന്നതിൽ ഒന്നും പേടിക്കേണ്ട. പകരം സ്വർണ്ണം ഇഷ്ടംപോലെ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അത് പൂശിക്കൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് കാലാവധി ഇരിക്കുന്ന 2 വർഷവും എല്ലാവരുടെയും കാലഘട്ടത്തിലെ സ്വർണം മങ്ങിപ്പോയി അത് പൂശണം എന്നുള്ള അതിനുള്ള രേഖകളുണ്ടാക്കും. അങ്ങനെ തന്നെയാണ് സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.